പ്രിയമുള്ളവരെ, ഇത് കർക്കിടക മാസമാണല്ലോ. പണ്ട് ആൾക്കാർ ഇതിനെ കള്ളക്കർക്കിടകമെന്നും പഞ്ഞക്കർക്കിടകമെന്നുമൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഉത്തരായന കാലഘട്ടത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ കർക്കിടക മാസം നമ്മുടെ മലയാള ഭാഷയെയും മലയാള ഭാഷയുടെ പിതാവിനെയും മലയാണ്മയുടെ സംസ്കാരത്തെയും ഓർക്കാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ്. ലോകത്തിൽ ഏത് ദേശത്ത് നമ്മൾ പോയാലും അവിടുത്തെ സാഹിത്യ കൃതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്തിൽ ആദ്യമുണ്ടായ മഹാകാവ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് രാമസ്യ അയനം അഥവാ രാമായണമാണ്. ആദികവി ആര് എന്ന് ചോദിച്ചാൽ രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി എന്ന മഹർഷിയാണ്. കാട്ടിനുള്ളിലെ ഗുഹാന്തർഭാഗത്തിരുന്ന് തപസ് ചെയ്ത മുനിശ്രേഷ്ഠന്മാർ, അറിവിന് വേണ്ടി ഭൗതികമായ ജീവിതം സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് അലഞ്ഞ മുനിശ്രേഷ്ഠന്മാർ, അവരുടെ കഠിനമായ യത്നത്തിൻ്റെ ഫലമായി, അവരുടെ കഠിനമായ തപസ്സിൻ്റെ ഫലമായി ആവിഷ്കരിച്ച ഉദാത്തമായ ജ്ഞാന സംഹിതകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ നാടാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തെ സനാതന സംസ്കാരം എന്ന് പറയുന്നത്. ആ ഋഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഋഷീശ്വരനാണ് വാൽമീകി മഹർഷി, അതായത് നമ്മുടെ ആദികവി. വാൽമീകിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം പൂർവജന്മത്തിൽ ഒരു കാട്ടാളനായിരുന്നുവെന്നും സപ്തർഷികൾ മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ തുടങ്ങിയ സപ്തർഷികളുടെ പ്രേരണ നിമിത്തം തൻ്റെ പാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ താൻ അനുഭവിക്കുന്ന പാപത്തിൻ്റെ ഫലം തൻ്റെ ഭാര്യയും മക്കളും കൂടി പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഭാര്യ പറയുന്നു, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ്. അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ആ സ്ത്രീ പറയുന്ന വാക്കുകൾ ഇന്ന് കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതൊരു മഹത് വാക്യമായി തന്നെ എടുക്കാം. ഇത് കേട്ട് മനപരിവർത്തനം വന്ന രത്നാകരൻ രാമമന്ത്രത്തിലൂടെ, നിരന്തരമായ ജപത്തിലൂടെ വാൽമീകി മഹർഷിയായി തീർന്ന, തുടർന്ന് നാരദനിൽ നിന്ന് ശ്രവിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഗുണങ്ങളോട് കൂടിയ ഉത്തമ പുരുഷനാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി ദേവർഷിയായ നാരദനിൽ നിന്ന് കേട്ട രാമമഹാത്മ്യമാണ് വാൽമീകി തൻ്റെ നാരായത്തുമ്പിലൂടെ ചമച്ചത്, അല്ലെങ്കിൽ വാമൊഴിയായി ഇത് രചിച്ച് ശ്രീരാമചന്ദ്രൻ്റെ മക്കളായ ലവകുശന്മാർക്ക് പകർന്നു കൊടുത്തത് എന്നാണ്. വാൽമീകിയിൽ നിന്ന് രാമായണം ശ്രവിച്ച ലവകുശന്മാർ ഇത് ശ്രീരാമചന്ദ്രൻ്റെ സഭയിൽ പാടി കേൾപ്പിച്ചത് ഒരു കർക്കിടക മാസത്തിലായിരുന്നു അത്രേ. അതുകൊണ്ടാണ് കർക്കിടകം രാമായണ മാസമായി ആചരിച്ചു പോരുന്നത് എന്നാണ്. ഇപ്പോൾ രാമമന്ത്രങ്ങൾ കൊണ്ട് ഭക്തിയാൽ മുഖരിതമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സൂര്യനിൽ നിന്ന് പൊതുവിൽ ഭൂമിയിലേക്ക് വരുന്ന ഊർജ്ജനില നന്നേ കുറവായിരിക്കും. സ്വാഭാവികമായും മനുഷ്യൻ്റെ പ്രതിരോധശേഷി കുറയുകയും പ്രതികൂലമായ സാഹചര്യങ്ങളെ ചെറുത്തു നിർത്തുവാൻ ശരീരത്തിനും മനസ്സിനും സാധിക്കാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ മനസ്സിനെ ഈശ്വരീയതയിലേക്ക് ഉയർത്തി ഭക്തി കൊണ്ട് ഹൃദയത്തെ വളരെ സ്നേഹസാന്ദ്രമായ വിധത്തിൽ തണുപ്പിക്കുവാൻ, ഉയർത്തുവാൻ രാമമന്ത്രത്തെ പോലെ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. വാൽമീകിയാൽ വിരചിതമാക്കപ്പെട്ട രാമായണം മനസ്സിലാക്കുന്നതോടൊപ്പം രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യവും കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പണ്ട് സായന്തനങ്ങളിൽ
മുത്തശ്ശിമാരുടെ മടിയിലിരുന്ന് കേട്ട കൊച്ചുമക്കൾ. മുത്തശ്ശി രാമായണം എന്ന് തന്നെ ഒരു ചൊല്ല് പണ്ടുണ്ടായിരുന്നു. ഇന്ന് സായന്തനങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുമ്പോൾ രാമായണവും ഭാഗവതവും മഹാഭാരതവും വിശുദ്ധ ഖുർആനും ബൈബിളും ഒക്കെ നമ്മുടെയൊക്കെ ഷെൽഫുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയുണ്ട്. അതിനെ അതിജീവിച്ച് മലയാണ്മയുടെ പുണ്യത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്, ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി എന്ന മഹത് വചനത്തെ ഓർക്കുവാൻ, ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ രാമായണ പാരായണവും രാമായണ ശ്രവണവും ഒപ്പം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് ഊർജ്ജസ്വലമായ ഒരു സാഹചര്യത്തിലേക്ക് ഉയർത്തുന്നതിനും ഈ കർക്കിടക മാസം പ്രയോജനപ്പെടും തീർച്ച. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്നാണ്. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒരുമിച്ച് ചേരുമ്പോഴാണ് ശ്രേയസ് ഉണ്ടാകുന്നതെന്നാണ്. മനുഷ്യൻ പരസ്പരം അകന്നതാണ്, മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നതാണ്, മനുഷ്യൻ ഈശ്വരനിൽ നിന്ന് അകന്നതാണ് ഇന്ന് കാണുന്ന പല വിപത്തുകളുടെയും പ്രധാനപ്പെട്ട കാരണം. മനുഷ്യനുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത മനുഷ്യത്വമാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ട് ഉഴലുന്ന മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെ ഭക്തിയിലേക്ക് അടുപ്പിക്കുവാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാലഘട്ടമാണ് രാമായണ കാലഘട്ടം. കർക്കിടക മാസം പൊതുവിൽ ഊർജ്ജനില കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. മനസ്സും ശരീരവും ഒക്കെ പ്രതികൂലത കൊണ്ട് വല്ലാതെ മരവിച്ചു പോകുന്നൊരു കാലഘട്ടം. അഗ്നി ബീജമാണ് രം എന്ന മന്ത്രം. രം എന്ന മന്ത്രത്തിൽ നിന്നാണ് രാമ എന്ന ശബ്ദമുണ്ടായത്. ആ രാമനാമ ജപത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ നിർജീവങ്ങളായ കോശങ്ങളെപ്പോലും പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ദക്ഷിണായന കാലം തുടങ്ങുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസം പിതൃക്കൾ ഉണർന്നു വന്ന് അടുത്ത തലമുറകളെ അനുഗ്രഹിക്കുന്ന കാലഘട്ടമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ പിതൃക്കൾ ഉണർന്നു വന്ന് അനുഗ്രഹിക്കുമ്പോൾ ആ പിതൃമോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമമാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണം. അതോടൊപ്പം വാൽമീകി രാമായണം ലവകുശന്മാർക്ക് കേൾപ്പിച്ചത് കർക്കിടക മാസത്തിലാണ്. എഴുത്തച്ഛൻ ഇതിനെ, ഭാഷാപിതാവായ എഴുത്തച്ഛൻ ഇതിനെ രചിച്ച് അവതരിപ്പിച്ചതും കർക്കിടക മാസത്തിലായിരുന്നു എന്ന് ഐതിഹ്യമുണ്ട്, അങ്ങനെ സൂചിപ്പിക്കപ്പെടുന്നു. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണ്. കർക്കിടകം രാശിയുടെ ചിഹ്നം ഞണ്ടാണ്. ഞണ്ട് എന്ന ജീവിയുടെ പ്രത്യേകത, അത് വളർന്ന് ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയെപ്പോലും തൻ്റെ കൈകാലുകളാൽ ഇറുക്കി കഴുത്ത് ഞെരിച്ചു കൊല്ലുമെന്നാണ്. ആധുനിക മനുഷ്യൻ്റെ പരിച്ഛേദമാണ് ഈ ഞണ്ട് എന്ന പ്രതീകാത്മകത. മാതൃഹത്യ, പിതൃഹത്യ, ഗുരുഹത്യ ഇവയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ പോലും സമാധാനപൂർണമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് ഈശ്വരീയതയിലേക്ക് ഉയർത്തി മനസ്സിനെ പശ്ചാത്താപപൂർണമാക്കി ജന്മത്തെ സഫലമാക്കുവാൻ രാമായണ പാരായണത്തിലൂടെ, ശ്രവണത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്.